നമസ്കാരം. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്ക് അടുത്ത വരുന്ന ഒരു 3-4 ക്ലാസ്സുകളിൽ സംഗീതത്തിൻ്റെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അറിയാം. അതിലെ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ താളങ്ങളെക്കുറിച്ചാണ്. താളങ്ങൾ എന്നുള്ളത് കാലത്തിൻ്റെ ഒരു അളവായിട്ടും ഒരു സമയത്ത് എത്ര അക്ഷരങ്ങൾ പാടാം എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് താളം. റിതം അല്ലെങ്കിൽ ബീറ്റ് അല്ലെങ്കിൽ ടെമ്പോ എന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കും. ഈ താളങ്ങൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കർണാടക സംഗീതത്തിൽ 7 എണ്ണമാണ്. സപ്ത താളങ്ങൾ, സപ്ത സ്വരങ്ങളെ പോലെ തന്നെ സപ്ത താളങ്ങൾ. ഈ സപ്ത താളങ്ങളുടെ പേര് നമ്മൾ നേരത്തെ വീണയിൽ വായിക്കുമ്പോൾ പഠിച്ച ഓർഡറിൽ പറയാം. ഏകതാളം, രൂപകതാളം, ത്രിപുടതാളം, മഠ്യതാളം, ജംപതാളം, ധ്രുവതാളം, അടതാളം. ഈ ക്രമത്തിലാണ് നമ്മൾ പഠിച്ചത്. പഴയ ശ്ലോകം വെച്ച് നോക്കിയാൽ ആദ്യം ധ്രുവമഠ്യ രൂപകശ്ച ജംപ ത്രിപുടയേവച്ച അടതാള ഏകതാളശ്ച ഏതാന് സപ്തതാളാന് എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. പക്ഷേ ആ ഓർഡറിലല്ല നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ച ഓർഡർ ഇതാണ്. ആദ്യം പഠിച്ചത് ഏകതാളം, രണ്ടാമത് പഠിച്ചത് രൂപകതാളം, മൂന്നാമത്തത് ത്രിപുടതാളം. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. താളങ്ങളെല്ലാം സമയത്തിൻ്റെ, കാലത്തിൻ്റെ ഒരു അളവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ താളങ്ങളിൽ ഇതെങ്ങനെയാണ് താളം കാണിക്കുക, പാടുമ്പോൾ എങ്ങനെയാണ് താളം ഇട്ട് പാടുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യ പാഠങ്ങളിൽ പറഞ്ഞതാണ്. നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു അടി, പിന്നെ ചെറിയ വിരൽ മുതൽ ഓരോ വിരലും എണ്ണുക. ഈ ക്രിയക്ക് ലഘു എന്നാണ് പേര്. ഈ ലഘുവിനെ നമ്മൾ ഒരു വരയായിട്ടാണ് കാണിക്കുക. ഇങ്ങനെ, ഇതാണ് ലഘുവിൻ്റെ അടയാളം. ഈ ലഘുവാണ് അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് 5 ജാതികളായിട്ട് ഉണ്ടാവുക. ആ 5 ജാതികളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ത്രിശ്ര ജാതി എന്ന് വെച്ചാൽ ലഘു 3 അക്ഷരം. 3 അക്ഷരം വരുന്ന ലഘുവിനാണ് നമ്മൾ ത്രിശ്ര ജാതി ലഘു എന്നാണ് പറയുക. അതായത് ഒരു അടിയും 2 വിരലും. ഇതാണ് ത്രിശ്ര ജാതി ലഘു. 1, 2, 3. അതുപോലെ ചതുരസ്ര ജാതി ലഘു എന്ന് വെച്ചാൽ 4 അക്ഷരം വരുന്ന ലഘു. ഒരടിയും 3 വിരലും. 1, 2, 3, 4. ഇതാണ് ചതുരസ്ര ജാതി ലഘു. അതുപോലെ ഖണ്ഡജാതി ലഘു ആകുമ്പോൾ 5 അക്ഷരം വരുന്ന ലഘുവാണ്. 1, 2, 3, 4, 5. മിശ്രജാതി എന്ന് വെച്ചാൽ 7 അക്ഷരം വരുന്ന ലഘുവാണ്. 1, 2, 3, 4, 5, 6. ഒന്നും കൂടി ചെറിയ വിരൽ മുതൽ എണ്ണുക. ഇത് 7. 1, 2, 3, 4, 5, 6, 7. ഇതാണ് മിശ്രജാതി ലഘു. അടുത്തത് സങ്കീർണ ജാതി ലഘു. 9 അക്ഷരം വരുന്ന ലഘുവാണ്. ഈ 9 അക്ഷരം വരുന്ന ലഘു ഇപ്പോഴത്തെ കാലത്ത് എവിടെയും പ്രയോഗത്തിനില്ല. അതിൽ കീർത്തനങ്ങളും കൃതികളും ഒന്നുമില്ല. പക്ഷേ തിയറിറ്റിക്കലായിട്ട് പറയുമ്പോൾ സങ്കീർണ ജാതി 9 അക്ഷരം വരുന്ന ലഘു. അതും കാണിക്കുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതാണ് സങ്കീർണ ജാതി ലഘു. ഓരോ താളത്തിനും അതിനായിട്ടുള്ള ക്രമത്തിൽ ലഘുവുടെയും ധൃതം, അനുധൃതം എന്നീ 3 സിമ്പിൾസ് ഉണ്ടാവും. ധൃതം എന്ന് വെച്ചാൽ ഒരടിയും വീഴ്ചയും. ഇതിനാണ് ഒരു ധൃതം എന്ന് പറയുന്നത്. ഇത് എപ്പോഴും 2 അക്ഷര കാലമാണ്. 1, 2. ഇങ്ങനെയാണ് ധൃതം കാണിക്കുക. അനുധൃതം കാണിക്കുന്നത് ഒരു അടി മാത്രം, ഒരു അക്ഷരം മാത്രം. അപ്പോൾ ലഘുവിന് ഈ 5 ജാതികളും ധൃതം 2 അക്ഷരത്തിൻ്റെയും
അനുധൃതം ഒരു അക്ഷരത്തിൻ്റെ. ഈ മൂന്നും വെച്ചിട്ടാണ് ഈ താളങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഏകതാളത്തിൽ ഒരു ലഘു മാത്രമേ ഉള്ളൂ, അതിൽ വേറെ ധൃതം അനുധൃതം ഒന്നുമില്ല. അപ്പോൾ ഏകതാളത്തിൻ്റെ അടയാളം സിമ്പിൾ ഈ ഒരു ലഘുവിൻ്റെ സിമ്പിൾ തന്നെയാണ്. രൂപകതാളത്തിൽ നമ്മൾ ആദ്യം ഒരു ധൃതം കാണിക്കണം, പിന്നെ ഒരു ലഘു കാണിക്കണം. അപ്പോൾ ധൃതത്തിൻ്റെ അടയാളം ഇങ്ങനെയാണ്, പിന്നെ ഒരു ലഘു. ഇതാണ് രൂപകതാളത്തിൻ്റെ അടയാളം. അതുപോലെ ത്രിപുട താളത്തിൻ്റെ ആദ്യം ഒരു ലഘു, പിന്നെ 2 ധൃതം. മധ്യതാളത്തിൻ്റെ ആദ്യം ഒരു ലഘു, പിന്നെ ഒരു ധൃതം, പിന്നെ ഒരു ലഘു. ഝംപതാളത്തിൻ്റെ ഒരു ലഘു, പിന്നെ ഒരു അനുധൃതം, പിന്നെ ഒരു ധൃതം. ധ്രുവതാളത്തിൻ്റെ ആദ്യം ഒരു ലഘു, പിന്നെ ഒരു ധൃതം, പിന്നെ 2 ലഘു. അടതാളത്തിൻ്റെ 2 ലഘു, പിന്നെ 2 ധൃതം. ഇതാണ് സപ്തതാളങ്ങളുടെ അടയാളങ്ങൾ. ഇങ്ങനെയാണ് സപ്തതാളങ്ങൾ. അതായത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതേത് താളമെന്ന് പറയാം. അപ്പോൾ ഒരു ലഘുവും ഒരു ധൃതവും ഒരു ലഘു വരുന്ന താളം ഏതാ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉടനെ മധ്യതാളം എന്ന് പറയാൻ പറ്റും. അതിനാണ് ഓരോ താളത്തിനും ഈ സിമ്പൽ വെച്ചിരിക്കുന്നത്. ഇനി ഈ ബേസിക്കായിട്ടുള്ള ഈ സപ്തതാളങ്ങളിൽ എവിടേക്കാണോ ലഘു വരുന്നോ, എല്ലാ താളങ്ങളിലും ഒരു ലഘു ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഈ ലഘുവിൻ്റെ അക്ഷരകാലം, അതല്ലെങ്കിൽ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ട് ഈ 5 ജാതികൾ ഉപയോഗിച്ചിട്ട് ഈ താളങ്ങളെ ഓരോന്നിനെയും 5 ജാതികളായിട്ട് വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ ത്രിശ്രജാതി ഏകതാളം, ചതുരസ്രജാതി ഏകതാളം, ത്രിശ്രജാതി ഏകതാളം. ഏകതാളത്തിൻ്റെ സിമ്പിൾ ഒരു ലഘു മാത്രമാണ്. അപ്പോൾ ത്രിശ്രജാതി ഏകതാളം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക. ചതുരസ്രജാതി ഏകതാളം എഴുതുമ്പോൾ ഏകതാളം എഴുതിയിട്ട് അതിൻ്റെ ലഘു വരുന്ന സ്ഥലത്ത് 4 കാണിക്കണം. അപ്പോൾ ഇങ്ങനെ ഖണ്ഡജാതി ഏകതാളം, മിശ്രജാതി ഏകതാളം, സങ്കീർണജാതി ഏകതാളം. ഇതാണ് ഏകതാളത്തിൻ്റെ 5 ജാതികൾ വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഒരു പേര് പറയുമ്പോൾ, ഒരു താളത്തിൻ്റെ പേര് പറയുമ്പോൾ ജാതിയും കൂടി പറയണം. ഇങ്ങനെ തന്നെ ബാക്കി 7 താളങ്ങൾ. ഇപ്പോൾ നമുക്ക് ഝംപതാളം നോക്കാം. ഝംപതാളത്തിൽ ആദ്യം ഒരു ലഘു, പിന്നെ ഒരു അനുധൃതം, പിന്നെ ഒരു ധൃതം. അപ്പോൾ 5 ജാതി വെച്ചിട്ട്, അതായത് ലഘുവിടെയുള്ള അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ട് ഝംപതാളം 5 ജാതികളാണ്. ത്രിശ്രജാതി ഝംപതാളം അതെങ്ങനെ എഴുതും? ലഘു ഉള്ള സ്ഥലത്ത് ത്രിശ്രജാതി ലഘു കാണിക്കുക, പിന്നെ ഒരു അനുധൃതം കാണിക്കുക, പിന്നെ ഒരു ധൃതം കാണിക്കുക. അപ്പോൾ നമുക്ക് ഈ അടയാളം കണ്ടാൽ ഉടനെ മനസ്സിലാവും ഇത് ത്രിശ്രജാതി ഝംപതാളമാണ്. ഇങ്ങനെയാണ് എല്ലാ താളങ്ങളും കാണിക്കാം. നമുക്ക് ഒന്നുകൂടി പറയാം. ഇപ്പോൾ ധ്രുവതാളം അല്ലെങ്കിൽ അടതാളം. അടതാളത്തിൽ ഖണ്ഡജാതി അടതാളം ആണ് നമ്മൾ അലങ്കാരങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചത്. ഈ ഖണ്ഡജാതി അടതാളത്തിൻ്റെ അടയാളം എങ്ങനെയാണ്, സിമ്പൽ എങ്ങനെ കാണിക്കുക? ഖണ്ഡജാതി എന്ന് വെച്ചാൽ 5 അക്ഷരം വരുന്ന ലഘുവാണ്. അപ്പോൾ അടതാളത്തിൽ എവിടേക്കാണോ ലഘു വരുന്നോ ആ ലഘുവിനെ ഓരോന്നിനെയും 5 അക്ഷരം വെച്ച് കാണിക്കണം. അപ്പോൾ ഖണ്ഡജാതി അടതാളം കാണിക്കുമ്പോൾ ഒരു ലഘു 5 അക്ഷരത്തിൻ്റെ, അടുത്ത ലഘു പിന്നെയും 5 അക്ഷരത്തിൻ്റെ, പിന്നെ 2 ധൃതം. ഇതാണ് ഖണ്ഡജാതി അടതാളം. ഇങ്ങനെയാണ് സപ്തതാളങ്ങളും ജാതിയുടെ വെറൈറ്റീസ് അനുസരിച്ചിട്ട് 35 താളമായിട്ട് കാണിക്കാൻ പറ്റും. ഇതാണ്
താളങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പോൾ ഈ 35 താളങ്ങളുടെ പേരും അത് കാണിക്കേണ്ട രീതിയും നമ്മളിപ്പോൾ കണ്ടു. പക്ഷെ അത് കയ്യിൽ ഇട്ട് കാണിക്കുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു താളത്തിൻ്റെ 5 ജാതികൾ പറയാം. ഇപ്പോൾ ചതുരസ്ര ജാതി ധ്രുവതാളം എന്നൊരു പേര് പറഞ്ഞാൽ നമ്മൾ ആദ്യം ധ്രുവതാളത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കണം. ധ്രുവതാളത്തിൽ ആദ്യം ഒരു ലഘു, പിന്നെ ഒരു ധൃതം, പിന്നെ 2 ലഘു. ചതുരസ്ര ജാതി ധ്രുവതാളം എന്ന് പറഞ്ഞതുകൊണ്ട് ലഘുവിന് 4 അക്ഷരമാണ്. അപ്പോൾ ഈ ധ്രുവതാളത്തിൽ എവിടേക്കാണോ ലഘു വരുന്നോ ആ എല്ലാം ലഘു, ഓരോ ലഘുവിനെയും 4 അക്ഷരം വെച്ച് കാണിക്കണം. ധൃതം എപ്പോഴും ഇങ്ങനെ തന്നെ കാണിക്കുക, ഇതിന് വ്യത്യാസങ്ങളൊന്നുമില്ല, ഇതെപ്പോഴും 2 അക്ഷരം തന്നെയാണ്. അപ്പോൾ ചതുരസ്ര ജാതി ധ്രുവതാളം, ഇതാണ് നമ്മൾ അലങ്കാരങ്ങളെന്ന് പഠിച്ച പാഠത്തിൽ പഠിച്ചത്. അതെങ്ങനെ കാണിക്കും? ധ്രുവതാളത്തിൽ ആദ്യം ഒരു ലഘു, പിന്നെ ഒരു ധൃതം, പിന്നെ 2 ലഘു. അപ്പോൾ കാണിക്കുമ്പോൾ ചതുരസ്ര ജാതി ധ്രുവതാളം 1 2 3 4, പിന്നെ ഒരു ധൃതം, പിന്നെ 2 ലഘു 2 3 4 1 2 3 4. ഇതാണ് നമ്മൾ അലങ്കാരങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ച പാഠം. സ രേ ഗ മ ഗ രേ, സ രേ ഗ രേ, സ രേ ഗ മ. ഇതാണ് നമ്മൾ പഠിച്ചത് ചതുരസ്ര ജാതി ധ്രുവതാളം. അങ്ങനെ 7 താളങ്ങൾക്കും ഓരോ താളത്തിനും 5 ജാതി വെച്ചിട്ട് മൊത്തം 35 താളം വരും. ഈ 35 താളങ്ങളാണ് എല്ലാം സംഗീത പാഠങ്ങളിൽ കാലപ്രമാണവും റിഥം കാണിക്കുന്ന വ്യവസ്ഥയാണിത്, ഈ താളങ്ങൾ. അപ്പോൾ ഈ താളങ്ങൾ നമ്മളെല്ലാവരും പഠിച്ചിരിക്കുക. ഇതിൻ്റെ പേരുകളും ജാതികളുടെ പേരും, ഒരു പേര് പറഞ്ഞാൽ അതിൻ്റെ അടയാളം എങ്ങനെ എഴുതുക, അത് ഇട്ട് എങ്ങനെ കാണിക്കും, താളം ഇട്ട് കാണിച്ചുകൊണ്ട് എങ്ങനെ പാടാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത് വെച്ച് പഠിക്കണം. ഈ 35 താളങ്ങൾ കൂടാതെ ലഘുവും ധൃതവും അനുധൃതവും ഒന്നും ഇല്ലാതെ വേറൊരു താളം കൂടിയുണ്ട്. അതിനെ ചാപ്പ് താളം എന്നാണ് പറയുക. ഈ ചാപ്പ് താളം ഇതിലെ ഈ ഇങ്ങനെ കാണിക്കുന്നു, ഈ ലഘു ഒന്നുമില്ല, ഒരു അടി മാത്രം. അതും അക്ഷരങ്ങൾ അനുസരിച്ചിട്ടാണ് ത്രിശ്ര ചാപ്പ് താളം. ത്രിശ്ര ചാപ്പ് താളം എന്ന് വെച്ചാൽ 3 അക്ഷരം വരുന്ന ഒരടി മാത്രം. തക്കിട്ട തക്കിട്ട തക്കിട്ട. ഇത് മനസ്സിലാവാൻ വേണ്ടി തക്കിട്ട 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 ഇങ്ങനെ കാണിക്കും. തായും കീയും അടിക്കും, താ എന്നുള്ള അക്ഷരത്തിന് സ്പേസ് കൊടുക്കും. തക്കിട്ട 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 ഇങ്ങനെ പോകുന്ന. ഇത് പാടുമ്പോൾ ഇതെങ്ങനെ കാണിക്കുക എന്നുള്ളത് ഒരു സ്വാതിരുനാൾ മഹാരാജാവിൻ്റെ ഒരു കീർത്തനമുണ്ട്. അതായത് 3 അക്ഷരം വെച്ചിട്ട് കാണിക്കുന്ന രാമ രാമ പഹേ രാമ 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 പഹേ രാമ. ഇതാണ് ത്രിശ്ര ചാപ്പ്. ഇതിൽ ലഘു ഇല്ല, ധൃതവും ഇല്ല, ഒരടിക്ക് 3 അക്ഷരം വെച്ചിട്ട് കാണിച്ചുകൊണ്ട് പോവുക. ഇതിനാണ് ചാപ്പ് താളം എന്ന് പറയും. ത്രിശ്ര ചാപ്പാണ് ഇപ്പം ഞാൻ കാണിച്ചത്. പിന്നെ ഉള്ളത് ഖണ്ഡചാപ്പ് താളം എന്ന് പറയും. ഖണ്ഡചാപ്പിൽ 5 അക്ഷരം വരണം, ലഘുവും ധൃതവും ഒന്നുമില്ല, അടി മാത്രം. അത് സാധാരണ രീതിയിൽ നമ്മൾ കാണിക്കുന്നത് തക്ക എന്നുള്ള അടിക്ക് 2 അക്ഷരവും തക്കിയിട്ട 3 അക്ഷരവും. 2 + 3 5. തക്ക തക്കിയിട്ട തക്ക തക്കിയിട്ട. ഇതാണ് ഖണ്ഡചാപ്പ്. ഈ താളത്തിലും നല്ല പ്രശസ്തമുള്ള ഒത്തിരി കീർത്തനങ്ങളുണ്ട്. അതിലെ ഒന്ന് ദേവദേവം ഭജേ ദിവ്യ പ്രഭാവം
രാവണാസുരവൈരിം രണപുംഗവം രാമം ദേവദേവം ഭജേ. ഇതാണ് ഖണ്ഡച്ചാപ്പ്. തക്ക ഒരടിയും തക്കിയിട്ട് ഒരടിയും. അടുത്തത് മിശ്ര ചാപ്പ് താളം. 7 അക്ഷരം വരുന്ന ചാപ്പ് താളം. അതിലും നേരത്തെ പറഞ്ഞ പോലെ എണ്ണലൊന്നുമില്ല, ദ്രുതമില്ല. ഈ മിശ്ര ചാപ്പ് താളം തക്കീട്ട തക്ക ധിമി 3 2 2. ഇതും വളരെ പോപ്പുലർ താളമാണ്. ഒത്തിരി കീർത്തനങ്ങളും പാട്ടുകളും ഈ താളത്തിലുണ്ട്. തക്കീട്ട തക്ക ധിമി തക്കീട്ട തക്ക ധിമി തക്കീട്ട തക്ക ധിമി. ഇങ്ങനെയാണ് ഈ താളം പോകുന്നത്. സങ്കീർണ ചാപ്പ് 9 അക്ഷരം വരുന്ന ചാപ്പ് താളം ആർക്കും ഒരു വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഒരു താളമാണ്. എവിടെയും നമ്മൾ കൃതികളൊന്നും, നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ കൃതികളും സംഗീത കൃതികളും ഒന്നുമില്ല. പക്ഷെ ഒരു തിയറിറ്റിക്കൽ മാത്രം അറിയാൻ വേണ്ടി മാത്രമാണ് സങ്കീർണ ചാപ്പ് ഉപയോഗിക്കുന്നത്. ആദ്യം 3 അക്ഷരം കാണിക്കണം, പിന്നെ 6 അക്ഷരം കാണിക്കണം. തക്കീട്ട, പിന്നെ ത തക്ക ധിമ്മി, തക്കീട്ട ത തക്ക ധിമ്മി തക്കീട്ട ത തക്ക ധിമ്മി. ഇങ്ങനെയാണ് സങ്കീർണ ചാപ്പ് കാണിക്കാം. പക്ഷെ പല സ്ഥലത്തും ഈ താളവാദ്യ പ്രഗത്ഭന്മാർ അവരുടെ ഇടയിൽ ഒരു 2-3 രീതിയിലാണ് സങ്കീർണ ചാപ്പ് ഉപയോഗിക്കുന്നത്. പക്ഷെ കൃതികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത്ര ഡീപ്പായിട്ട് സങ്കീർണ ജാത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ 7 അടിസ്ഥാനപരമായിട്ടുള്ള സപ്ത താളങ്ങളും പിന്നെ ചാപ്പ് താളം, ഇതാണ് ഇപ്പോൾ കർണാടക സംഗീതത്തിലുള്ള ഉപയോഗിക്കുന്ന താളങ്ങൾ. അപ്പോൾ ഇത്രയും നമ്മളൊരു ബേസിക്കായിട്ട് പഠിച്ചു വെക്കാം. എല്ലാവരും ഓരോന്നിൻ്റെ പേര് പറഞ്ഞ് അക്ഷരങ്ങളുടെ എണ്ണം പറഞ്ഞ് കൈകൊണ്ട് അത് ഇട്ട് കാണിക്കാൻ പഠിക്കുക. പിന്നെ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കാലത്തിൻ്റെ അളവാണ്. കാലം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൈമാണ്. പഴയ കാലത്ത് ക്ഷണം എന്നുള്ളതാണ് ഒരു യൂണിറ്റ് ടൈമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ക്ഷണം ഇപ്പോൾ നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1 സെക്കൻഡ് എന്ന് പറയാം. അപ്പോൾ ഒരു ക്ഷണത്തിന് ഒരു അടി കാണിക്കുക. 1 2 3 4 5 6 ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഒരു അടിക്ക് ഒരു അക്ഷരം വെച്ചിട്ട് ഈ താളങ്ങളെല്ലാം പറയാം. ഇപ്പോൾ ചതുരസ്ര ജാതി ഏകതാളം സ രേ ഗ മ രേ ഗ മ പ ഇങ്ങനെ എല്ലാം താളം ഇട്ട് പറഞ്ഞ് ശീലിക്കണം. ഈ കാലത്തിൻ്റെ അളവ് ആദ്യം മുതൽ അവസാനം വരെ ഒരേപോലെ ഒരേ അളവിൽ പോയിക്കൊണ്ടിരിക്കണം. ഇതിൽ ചില സമയത്ത് നമ്മൾ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഓടിപ്പോവുകയൊക്കെ ചെയ്യും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒരേ കാല അളവിൽ ഈ 35 താളങ്ങൾ, അതായത് 7 താളങ്ങളും 5 ജാതി വെച്ചിട്ട് ഓരോ താളത്തിനും 35 താളങ്ങളും, പിന്നെ 4 ചാപ്പ് താളങ്ങളും. ത്രിശ്ര ചാപ്പ്, ഖണ്ഡച്ചാപ്പ്, മിശ്ര ചാപ്പ്, ഈ 3 താളങ്ങൾ മാത്രമാണ് ചാപ്പ് താളത്തിൽ പറയുന്നത്. പിന്നെ ഈ 35 താളം. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞു വെക്കേണ്ടതും പ്രാക്ടീസ് ചെയ്ത് ഇട്ട് പറഞ്ഞ് ഒരേ കാലപ്രമാണത്തിൽ ഇട്ട് ശീലിപ്പിക്കേണ്ടത്. ഇതാണ് താളങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയേണ്ടത്. നമുക്കിനി ആവശ്യമെന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവാം. തൽക്കാലം താളങ്ങളെക്കുറിച്ച് നമ്മൾ ഇത്രയും അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക.